കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ചർച്ചയുടെ ഭാഗമായി ജെ.പി. നദ്ദയെ കണ്ടു, കെ മുരളീധരൻ കണ്ടു. 150 കോടി രൂപ അടിയന്തരമായി തിരുവനന്തപുരം രണ്ടാമത്തെ മെഡിക്കൽ കോളേജിന് അനുവദിക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് വരാൻ പോകുന്നു. തീർച്ചയായിട്ടും ജനറൽ ഹോസ്പിറ്റലിനെ രണ്ടാം മെഡിക്കൽ കോളേജാക്കി മാറ്റുന്നു. വളരെ വലിയ കാര്യമാണ്. കാരണം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് വരണമുള്ളത് വളരെ വലിയ കൺജഷനാണ്, വലിയ തിരക്കാണ്. അപ്പോൾ രണ്ടാം മെഡിക്കൽ കോളേജ് വരികയാണെങ്കിൽ തീർച്ചയായും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരിക്കും. ജനറൽ ഹോസ്പിറ്റലും തിരുവനന്തപുരം മറ്റ് ഇപ്പോൾ ഇരിക്കുന്ന മെഡിക്കൽ കോളേജും തമ്മിൽ വലിയ ദൂരമില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള മെഡിക്കൽ കോളേജിനെ കുറേ കൂടി സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് കൊണ്ടുപോവുകയും മെഗാ സ്പെഷ്യാലിറ്റിയിലേക്ക് കൊണ്ടുപോവുകയും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ആലോചിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കോളേജാക്കി മാറ്റുന്നതോടുകൂടി ചെയ്യുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പക്ഷേ കേരളത്തിന് കെ കരുണാകരൻ്റെ പേരിലാണ് ഈ കെ കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് എന്നാണ് വരുന്നത്. അത് വരുമ്പോൾ ഒരു കൗതുകകരമായ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ കെ കരുണാകരൻ്റെ പേരിടേണ്ടത് മെഡിക്കൽ കോളേജിനല്ല, റീജിയണൽ ക്യാൻസർ സെൻറ്ററിനാണ് ആ പേരിടേണ്ടത്. റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ ഉണ്ടായിരുന്ന കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഡോക്ടർ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് തുടങ്ങിയത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിടുന്നതും കുഴപ്പമില്ല. ഇപ്പോൾ ഈ കരുണാകരൻ്റെ പേര് അപ്പുറത്തെ മെഡിക്കൽ കോളേജിന് ഇട്ടതുമല്ലോ, ഇടാൻ പോവില്ല. അതുകൊണ്ട് ഡോക്ടർ കൃഷ്ണൻ നായർ മെമ്മോറിയൽ റീജിയണൽ ക്യാൻസർ സെൻറ്റർ എന്നാണ് ഇടേണ്ടത്. കാരണം ഈ ഡോക്ടർ കൃഷ്ണൻ നായർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഓങ്കോളജി വിഭാഗത്തിൻ്റെ ഹെഡായിരുന്നു. അപ്പോൾ അവിടെ അന്ന് ഓങ്കോളജി വിഭാഗത്തിൻ്റെ ഹെഡായിരുന്നപ്പോൾ അദ്ദേഹം ഒരു കരുണാകരൻ്റെ ആശ്രിത വത്സലനായിരുന്നു, വലിയ ഇഷ്ടക്കാരനായിരുന്നു. അങ്ങനെ കരുണാകരൻ്റെ ഇഷ്ടക്കാരനാവുകയും ഇദ്ദേഹം ഉടനെ തന്നെ, അപ്പോൾ അന്ന് ക്യാൻസർ ഇത്രയും ഇല്ല കേരളത്തിൽ, വളരെ കുറച്ചേ വരുന്നുള്ളൂ, കുറച്ച് രോഗികളെ മെഡിക്കൽ കോളേജിൽ വരുന്നുള്ളൂ. മൊത്തത്തിൽ ക്യാൻസർ വലിയൊരു വിഷയമായിരുന്നില്ല. കാരണം എന്താണ്, ഇത്രയും കുഴിമന്തി ആരും കഴിക്കത്തില്ല, ഇത്രയും ബീഫ് ആരും കഴിക്കത്തില്ല, നോൺ വെജ് ഇത്രയും കഴിക്കത്തില്ല, വെജായിരുന്നു കൂടുതൽ കുറച്ചുകൂടെ ആളുകൾ കഴിച്ചിരുന്നു. പക്ഷേ നോൺ വെജൊക്കെ വല്ലാതെ വന്നു, ജങ്ക് ഫുഡും ഒക്കെ വന്നപ്പോഴാണ് ക്യാൻസറിൻ്റെ ഒരു അളവ് കൂടിയത്. ഇത് ഞാൻ പറയുന്നതല്ല, ഡോക്ടർ ഗംഗാധരനെ പോലുള്ള ഓങ്കോളജിസ്റ്റുകൾ പറയുന്നതാണ്. അല്ലേ, ഞാനിപ്പോൾ എനിക്ക് ജങ്ക് ഫുഡിനെതിരുമല്ല, ബീഫിനെതിരുമല്ല. അപ്പോൾ എന്തായാലും സംഭവിച്ചു. അപ്പോഴാണ് ഡോക്ടർ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം, കരുണാകരൻ്റെ ആശ്രിത വത്സലനായിരുന്ന അദ്ദേഹം കരുണാകരൻ മുഖ്യമന്ത്രിയെ കാണുകയും അങ്ങനെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ റീജിയണൽ ക്യാൻസർ സെൻറ്റർ ഓട്ടോണമസ് ബോഡിയാണ്, മെഡിക്കൽ കോളേജ് ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ സാധനങ്ങളെല്ലാം കൂടി എടുത്തുകൊണ്ട് ഒരു ഓട്ടോണമസുകാരൻ പോകുന്നു സ്വന്തം സാമ്രാജ്യം തീർക്കാനെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ വലിയ സമരം നടന്നു, വളരെ വലിയ സമരം നടന്നു. ആ സമരത്തിന് എൻ്റെ നാട്ടിലെ, എൻ്റെ ഗ്രാമത്തിലെ, ഞാൻ സ്ഥലവും പേരും ഒന്നും ആരെയും പറയുന്നില്ല, എൻ്റെ ഗ്രാമത്തിലെ ഒരാൾ അവിടെ ടൈപ്പിസ്റ്റായിട്ട് ജോലി ചെയ്തിരുന്നു. എവിടെ, ഈ കൃഷ്ണൻ നായരുടെ മെഡിക്കൽ കോളേജിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമൊക്കെ ഇതിനെതിരായിരുന്നു, മെഡിക്കൽ കോളേജിൽ നിന്ന് ഇത് കൊണ്ടുപോകാനെതിരായിരുന്നു. അപ്പോൾ നമ്മളെയൊക്കെ വന്ന് പറയുകയും നമ്മളുടെ ഒരു സുഹൃത്ത് വഴി ഇതിനെതിരെ ഒരുപാട് ഈ കാർട്ടൂണൊക്കെ വരച്ചു കൊടുക്കുകയും ചെയ്തു, ഇത് സ്വകാര്യ മേഖലയിൽ പോകുന്നു. പക്ഷേ അന്ന് ചെയ്ത ശുദ്ധ അബദ്ധമാണെന്ന് പിന്നെ ഞങ്ങൾക്ക് അന്ന് വളരെ ചെറുപ്പമാണല്ലോ, വിദ്യാർത്ഥികളാണല്ലോ, പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അതൊന്നും ശരിയായിരുന്നില്ല എന്ന്. കാലം കഴിഞ്ഞു. അന്ന് വേറെയും ചില സംഭവങ്ങളുണ്ട്. എം വിജയകുമാറൊക്കെ അന്ന് തിരുവനന്തപുരത്ത് കത്തി നിൽക്കുന്ന സമയമാണ്. ഈ CPM-ൻ്റെ എം വിജയകുമാറൊക്കെ, അവരെല്ലാവരും കൂടി മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ സമരം കിടന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ, ആദ്യം സമരമാണല്ലോ. സമരം കിടന്നു, വലിയ സമരമായിരുന്നു. പോലീസായി, പിക്കറ്റിങ്ങായി, വളരെ വലിയ വിഷയമായി, മർദ്ദനമായി, ലാത്തി ചാർജായി, അങ്ങനെ വിജയകുമാറൊക്കെ ആശുപത്രിയിലായി, വളരെ വലിയ പ്രശ്നം. പക്ഷേ കരുണാകരനല്ലേ മോൻ, ആരാ മോൻ, അദ്ദേഹം ഒരു കാര്യം ആലോചിച്ച് നടപ്പിലാക്കിയിരിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളം കരുണാകരൻ്റെ പേരിടേണ്ടതാണ്, അദ്ദേഹം പറഞ്ഞാൽ നടപ്പിലാക്കിയിരിക്കും. പിന്നെ അദ്ദേഹത്തിന് വേറെ ന്യായമൊന്നുമില്ല. രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻറ്റർ അദ്ദേഹം നടപ്പിലാക്കിയതാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞാൽ നടപ്പിലാക്കും, വേറെ കാര്യമൊന്നുമില്ല, വേറെ ഇപ്പോൾ അവിടെ സമരമോ ബഹളമോ ലാത്തി ചാർജൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് ആരെതിർത്താലും നടപ്പിലാക്കും. എന്തായാലും കൃഷ്ണൻ നായരോട് മുമ്പോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്ത് വരുന്നത്. ഇനി കാലത്തിൻ്റെ ഒരു കാവ്യനീതിയും കൗതുകം എന്തെന്ന് പറഞ്ഞാൽ, ഇതേ എം വിജയകുമാർ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ മുന്നണി, ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വീണ്ടും വന്നപ്പോൾ, കരുണാകരൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, ഇടതുപക്ഷ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഇതേ റീജിയണൽ ക്യാൻസർ സെൻറ്ററിൻ്റെ ഉപദേശക സമിതി, കാരണം അത് ഓട്ടോണമസ് സ്ഥാപനമാണല്ലോ, അപ്പോൾ ഉപദേശ സമിതിയുണ്ട്. അതേ ഉപദേശ സമിതിയിൽ അക്കാഡമിക്കായിട്ടുള്ള പൊതുപ്രവർത്തകൻ്റെ വേക്കൻസിയിൽ എം വിജയകുമാർ അതിൻ്റെ ഉപദേശ സമിതി അംഗവുമായിരുന്നു എന്നുള്ളത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണ്. അതിപ്പോൾ എൻ്റെ നെഞ്ചിൽ കൂടെ മാത്രമേ നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിൽ വിമാനം കയറ്റിക്കൊണ്ട് പോവോ എന്ന് പറഞ്ഞ് എസ് ശർമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ കമ്മിറ്റിയിൽ, അതിൻ്റെ അഡ്വൈസറി കമ്മിറ്റിയിൽ ഇരിക്കുന്നതും നമ്മൾ കണ്ടു. അത് ഒരു രസകരമാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഏത് വികസന പദ്ധതി വന്നാലും ആദ്യം നമ്മൾ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും, പിന്നെ അതിനകത്ത് കയറി നമ്മൾ കമ്മിറ്റിയിൽ ഇരുന്ന് അണ്ടിപ്പരിപ്പ് കഴിക്കും. അതൊക്കെ നമ്മളുടെ ഒരു പരിപാടിയാണ്, ഒരു സ്ഥിരം കലാപരിപാടിയാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ നമ്മൾ ദുരന്ത നായകന്മാരാണ്, അത് വേറെ കാര്യം. പക്ഷെ എന്തായാലും
ഞാനിതൊക്കെ പറയുന്നത് തിരുവനന്തപുരത്തുകാർക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ചുമ്മാ ഒരു ദിവസം രാവിലെയല്ല ഇതൊന്നും ഇവിടെ വന്നത്. അപ്പോൾ രാജാവിൻ്റെ കാലത്ത് ആരംഭിച്ച ആശുപത്രി സംവിധാനങ്ങൾ ഒഴിച്ചാൽ മെഡിക്കൽ കോളേജ്, SUT, ജനറൽ ആശുപത്രി, SAT, തൈക്കാട് വിമൻസ് ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, പേരൂർക്കട ഹോസ്പിറ്റൽ, ഇങ്ങനെ മഹാരാജാവിൻ്റെ കാലത്ത് ആരംഭിച്ച മെഡിക്കൽ സംവിധാനത്തെ പിന്നെ കരുണാകരൻ്റെ കാലത്താണ് ഒരു റീജിയണൽ ക്യാൻസർ സെൻറ്റർ കൊണ്ടുവന്നു. പിന്നെ ശ്രീത്ര SAT വന്നു, പിന്നെ അല്ല SUT ഇത് വന്നു, പിന്നെ ചിത്രയിരുന്നാൾ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായിട്ട് അതിപ്പോൾ വന്നിട്ടുണ്ട്. ഈ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ശ്രീ തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ തന്നെ ഉള്ളത്. RCC ഉണ്ട്, റീജിയണൽ ക്യാൻസർ സെൻറ്റർ ഉണ്ട്. അപ്പോൾ എന്തായാലും 2 പ്രമുഖ സ്ഥാപനങ്ങൾ പിന്നീട് വന്നു. ബാക്കിയെല്ലാം രാജാവിൻ്റെ കാലത്ത് വന്നതാണ്. അതിനുശേഷം ഇതാ വീണ്ടും ഒരു ജനകീയ സർക്കാർ തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നു. അത് നിലവിലുള്ളൊരു ഹോസ്പിറ്റലിനെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഉയർത്തിയാലും താഴ്ത്തിയാലും മെഡിക്കൽ കോളേജ് എന്ന പേരിൽ തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റൽ സംവിധാനം വരുന്നു എന്ന് പറയുന്നത് അഭിമാനമാണ്, സന്തോഷമാണ്. 1, 2, 5 മെഡിക്കൽ കോളേജ് വന്നാലും തീരാത്തത്ര ആരോഗ്യ പ്രശ്നങ്ങളാണ് മനുഷ്യർ കിടക്കുന്നത്. കെ മുരളീധരൻ പറയുന്ന പോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി അവിടേക്ക് പോലും ആരും വരാത്ത രീതിയിലേക്കുള്ള പ്രാഥമിക ആരോഗ്യ വിദ്യാഭ്യാസം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നാണ്, പ്രാഥമിക ചികിത്സാ കേന്ദ്രമല്ല, പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ്. ഹെൽത്ത് ഈസ് നോട്ട് എ ട്രീറ്റ്മെൻറ്റ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ചികിത്സയല്ല. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ആഹാരം, താമസിക്കുന്ന പരിസരം, ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, വ്യായാമം എല്ലാം ചേരുന്ന ഒരുപാട് ഘടകങ്ങൾ ചേരുന്നതാണ് ഈ ആരോഗ്യം എന്ന് പറയുന്നത്. അത്തരം ഘടകങ്ങളെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്ന സെൻറ്ററുകളായി പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളും ആശാ വർക്കേഴ്സും അംഗനവാടിക്കാരും ഒക്കെ മാറണം. അത് കഴിഞ്ഞാൽ പിന്നെ അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ വരണം, പ്രൈമറി ചികിത്സ അവിടെ നിന്ന് കിട്ടട്ടെ. സെക്കൻഡറി ചികിത്സ മാതൃ ശുശ്രൂഷ ഓഫീസുകൾ, പിന്നെ വലിയ മോഡൽ മെഡിക്കൽ മോഡൽ ഹോസ്പിറ്റലുകളിൽ നിന്നും, താലൂക്ക് ആശുപത്രിയിൽ നിന്നും, ജില്ലാ ആശുപത്രിയിൽ നിന്നുമൊക്കെ ലഭിക്കട്ടെ. അത് കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിൽ മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സിക്കട്ടെ. ആ ചികിത്സാ സംവിധാനമൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ പ്രധാനം ആരോഗ്യം എന്ന് പറഞ്ഞാൽ ആശുപത്രി അല്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു ആരോഗ്യ സാക്ഷരത കേരളത്തിൽ തുടങ്ങുമോ എന്നുള്ളതും വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അപ്പോൾ കരുണാകരൻ്റെ പേരിൽ മെഡിക്കൽ കോളേജ്, കേരളത്തിൽ ആരോഗ്യ സാക്ഷരതയും വരട്ടെ, ആരോഗ്യരംഗം കൂടുതൽ സമ്പുഷ്ടമാകട്ടെ. കൊല്ലത്ത് ESIക്കാരുടെ മെഡിക്കൽ കോളേജ് വരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് കഴിഞ്ഞ ദിവസം ചർച്ചയൊക്കെ നടന്നു. ആലപ്പുഴ വണ്ടാനത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട്, അത് വളരെ പരാധീനതയിൽ പോവുകയാണ്. അതിനെ മെച്ചപ്പെടുത്തുകയും ഹരിപ്പാട് മെഡിക്കൽ കോളേജ് വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ കേരളത്തിൽ മെഡിക്കൽ കോളേജുകളുടെ ഒരു സാധ്യത വളരെ കൂടുക തന്നെ ചെയ്യും. അതുപോലെ എയിംസും കൂടെ വന്നാൽ, എയിംസിന് ഇപ്പോൾ തത്വത്തിൽ എയിംസ് കേന്ദ്രം അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. 5 സ്ഥലം കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കട ഉൾപ്പെടെ 5 സ്ഥലം കൊടുത്തിട്ടുണ്ട്. കോഴിക്കോടും തിരുവനന്തപുരവും പാലക്കാടും തൃശ്ശൂരും എല്ലാം ഉൾപ്പെടെ 5 സ്ഥലം കൊടുത്തിട്ടുണ്ട്. കാസർഗോഡും ഉണ്ടെന്ന് തോന്നുന്നു. കാസർഗോഡും ഉണ്ട്. 5 സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് കേന്ദ്രം തിരഞ്ഞെടുക്കട്ടെ. അപ്പോൾ അവർ അതും കൊണ്ടുവരുന്നു എന്ന് പറയുന്നു, എയിംസും കൊണ്ടുവരുമെന്ന് പറയുന്നു. ഇതെല്ലാം കൂടെ വരികയാണെങ്കിൽ കേരളത്തിലെ ആരോഗ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം കറക്റ്റായിരിക്കും. അപ്പോഴും ആശുപത്രിയിലേക്ക് ആളുകൾ ഒരുപാട് വരാതിരിക്കണമെങ്കിൽ, വരുന്നവർക്ക് ചികിത്സ കിട്ടണമെങ്കിൽ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തുക തന്നെ വേണം.